ടർബോ ജോസ് OTTയിലേക്ക് സ്വന്തമാക്കിയത് റെക്കോർഡ് തുകയ്ക്ക്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. തിയേറ്ററിൽ മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളോടെ മുന്നേറുന്ന വൈശാഖ് മമ്മൂട്ടി ചിത്രം ടർബോ കളക്ഷനിലും മികച്ച മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. വേൾഡ് വൈഡ് കളക്ഷനായി 70 കോടി രൂപയാണ് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ചിത്രത്തിന്റെ OTT സ്ട്രീമിംഗ് അവകാശം സോണി ലൈവ് സ്വന്തമാക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മമ്മൂട്ടി കമ്പനിയുടെ ഒരു ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും മികച്ച തുകയാണ് ടർബോയ്ക്ക് ലഭിച്ചതെന്ന റിപ്പോർട്ടുകൾ. കൂടാതെ സാറ്റലൈറ്റ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് സീ ആണ്. സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് എന്നാണെന്ന വിവരം പുറത്തുവന്നിട്ടില്ല. ഗരുഡഗമന, വൃഷഭ വാഹന, ടോബി, 777, ചാർലി എന്നീ ചിത്രങ്ങളുടെ മലയാളികൾക്ക് പ്രിയങ്കരനായ നടനും സംവിധായകനുമായ രാജ്ബി ഷെട്ടിയാണ് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ വില്ലനായി എത്തിയത്. ദിലീഷ് പോത്തൻ, അഞ്ജന ജയപ്രകാശ്, സുനിൽ, ശബരീഷ് വർമ്മ, ബിന്ദു പണിക്കർ, ആമിന നിജം, നിരഞ്ജന അനൂപ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ. വൈശാഖിന്റെ കൂടെ സഹസംവിധായകനായി ഷാജി പാടൂരും പ്രവർത്തിക്കുന്നുണ്ട്. വിഷ്ണു ശർമ്മയാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. ക്രിസ്റ്റോ സേവ്യർ ആണ് ടർബോയ്ക്ക് വേണ്ടി സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. 2021 മമ്മൂട്ടി കമ്പനി എന്ന പ്രൊഡക്ഷൻ ഹൗസ് സ്ഥാപിച്ചത്. ടർബോ കൂടാതെ റോഷാക്ക്, നൻപകൽ നേരത്ത് മയക്കം, കണ്ണൂർ സ്ക്വാഡ്, കാതൽ എന്നിവയാണ് മമ്മൂട്ടി കമ്പനി ഇതുവരെ നിർമ്മിച്ച ചിത്രങ്ങൾ. നയൻതാരയ്ക്ക് പിന്നാലെ അടുത്ത ചിത്രത്തിലും ഷാരൂഖിന് നായിക തെന്നിന്ത്യയിൽ നിന്ന്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണേ. ഡങ്കിക്ക് ശേഷം ഷാരൂഖ് ചിത്രങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ഈ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ തീർച്ചയായും അത് ആരാധകർക്ക് ഒരു വിരുന്നായിരിക്കും എന്നാണ് ബോളിവുഡിന്റെ സംസാരം. നയൻതാരയ്ക്കൊപ്പം അഭിനയിച്ച ജവാൻ സൂപ്പർ ഹിറ്റ് ആയതിന് പിന്നാലെ മറ്റൊരു തെന്നിന്ത്യൻ നടിക്കൊപ്പം പ്രവർത്തിക്കാൻ ഒരുങ്ങുകയാണ് ഷാരൂഖ് ഖാൻ എന്ന് റിപ്പോർട്ട്. സാമന്ത റൂത്ത് പ്രഭുവിനൊപ്പം ഷാരൂഖ് എത്തുന്നു എന്നാണ് ബോളിവുഡ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല ഡങ്കിക്ക് ശേഷം ഷാരൂഖ് വീണ്ടും രാജ്കുമാർ ഹിറാനിയുമായി ഒന്നിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ചിത്രം ഒരു ആക്ഷൻ ചിത്രമാണെന്നാണ് സൂചന. ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും എന്നാണ് വിവരം. ഡങ്കിക്ക് ശേഷം ഷാരൂഖ് ചിത്രങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ഈ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ തീർച്ചയായും അത് ആരാധകർക്ക് ഒരു വിരുന്നായിരിക്കും എന്നാണ് ബോളിവുഡിന്റെ സംസാരം. ഹിരാനിയുടെ വ്യത്യസ്തമായ പടമായിരിക്കും ഇതെന്ന് വിവരം. സാമന്തയുടെ ബോളിവുഡിലെ വൻ ചുവടുവെപ്പ് ആയിരിക്കും ചിത്രം. രാജ്കുമാർ ഹിറാനിയുടെ ഡങ്കി എന്ന ചിത്രത്തിലാണ് ഷാരൂഖ് അവസാനമായി അഭിനയിച്ചത്. ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം നടത്തുകയും ആഗോള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ നേടുകയും ചെയ്തിരുന്നു. 2023 ഷാരൂഖ് ഖാന്റെ മൂന്നാമത്തെ ചിത്രമായിരുന്നു ഡങ്കി. നീണ്ട 4 വർഷങ്ങൾക്ക് ശേഷം 2023 പഠാൻ, ജവാൻ, ഡങ്കി എന്നീ ഹിറ്റുകളാണ് ഷാരൂഖ് സൃഷ്ടിച്ചത്. എന്നാൽ ഷാരൂഖ് ഖാന് ഈ വർഷം റിലീസ് ഉണ്ടായേക്കില്ലെന്നാണ് വിവരം. പഠാൻ സംവിധായകൻ സിദ്ധാർത്ഥ് ആനന്ദ് നിർമ്മിക്കുന്ന കിങ് എന്ന ചിത്രത്തിൽ ഷാരൂഖ് എത്തും എന്ന് വിവരമുണ്ട്. സുഹാന ഖാന്റെ അരങ്ങേറ്റം കൂടി ഈ ചിത്രത്തിലൂടെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. 2023 വിജയ് ദേവരകൊണ്ടയ്ക്കൊപ്പം ഖുഷി എന്ന ചിത്രത്തിലാണ് സാമന്ത റൂത്ത് പ്രഭു അവസാനമായി അഭിനയിച്ചത്. മയോസിസ്റ്റ് രോഗത്തെ തുടർന്ന് നടി കഴിഞ്ഞ വർഷം അഭിനയത്തിൽ നിന്ന് ഒരു നീണ്ട ഇടവേള എടുത്തിരുന്നു. വരുൺ ധവാനൊപ്പം സിറ്റഡൽ ഇന്ത്യയിലാണ് അവർ അടുത്തതായി അഭിനയിക്കുന്നത്. ഫാമിലി മാൻ, ഫാൻസി എന്നീ സീരീസുകൾ ഒരുക്കിയ രാജ് ആൻഡ് ഡിങ്കെയാണ് ഈ സീരീസിന് പിന്നിൽ.